ഹായ് ഫ്രണ്ട്സ്, എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നെ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ടിരിക്കുന്ന, ലൈക്ക് ചെയ്യുന്ന എല്ലാവരോടും എനിക്കൊരുപാട് താങ്ക്സ് ഉണ്ട്. ഞാൻ ഇന്നലെ ഓഫീസിൽ നിന്ന് വന്നപ്പോൾ കേശുക്കുട്ടൻ സൈക്ലിംഗ് ഒക്കെ കഴിഞ്ഞിരിക്കുന്നു. അപ്പം ഞങ്ങൾ കൊല്ലംപൂരം കാണാൻ പോകാനായിട്ട് റെഡിയായി. കേശുക്കുട്ടന് കൈ നീട്ടാൻ കിട്ടിയ ചില്ലറ പൈസയൊക്കെ കളക്ട് ചെയ്തു. ഞങ്ങൾ കുഞ്ഞിന് എന്തൊക്കെയോ വാങ്ങിക്കണം എന്നൊക്കെയാണ് പറയുന്നത്. അപ്പം എന്നെ ഫ്രണ്ട് സീറ്റിൽ ഇരുത്തിയില്ല ഗൈസ്, എന്നെ ബാക്കിലത്തെ സീറ്റിൽ തട്ടി. പിന്നെ ഞങ്ങൾ ദാണ്ടെ കൊല്ലംപൂരം കാണാൻ പോകാനായിട്ട് പോവുകയാണ്. ഞാനും അമ്മയും ചേട്ടനും കേശുക്കുട്ടനുമായിട്ടാണ് പോകുന്നത്. അമ്മ വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞങ്ങൾ ദാണ്ടെ ട്രാൻസ്പോർട്ട് സ്റ്റാൻഡ്, നമ്മുടെ കൊല്ലം ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിൻ്റെ ആ വഴി ലിങ്ക് റോഡെന്ന് പറയും, ആ വഴിയാണ് ഞങ്ങൾ പെട്ടെന്ന് ആശ്രാമം മൈതാനത്ത് വെച്ചാണ് കൊല്ലംപൂരം നടക്കുന്നത്. ദാണ്ടെ ഗൈസ്, ഹൗസ് ബോട്ടുകൾ നിരത്തിയിട്ടിരിക്കുന്നത് കണ്ടില്ലേ? നിങ്ങൾക്കും വേണമെങ്കിൽ ഒരു ദിവസം ഹൗസ് ബോട്ടിംഗ് നടത്താം അഷ്ടമുടി കായലിലൂടെ. ഞങ്ങളുടെ അടുത്താണതൊക്കെ. ഒരു ദിവസം ഒരാളിന് 1000 റുപ്പീസിനകത്തേ ഉള്ളൂ. ഒരു ദിവസം നിങ്ങൾക്കും വരാം. ദാണ്ടെ പോലീസ് ഞങ്ങളെ തടഞ്ഞു. കാരണം അവിടെ വണ്ടിയൊന്നും പാർക്ക് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. ഞങ്ങൾ ദൂരെ ഒരു സ്ഥലത്ത് കൊണ്ടിട്ടിരുന്നാണ്ട് ഞങ്ങൾ മൈതാനത്തേക്ക് വന്നു. അപ്പോൾ ദാണ്ടെ കാണുന്ന കണ്ടില്ലേ ആ ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് എന്ത് ഭംഗിയുണ്ട്. അപ്പോൾ ദാണ്ടെ കേശുക്കുട്ടന് പെട്ടെന്ന് ഐസ്ക്രീം വേണം. അങ്ങോട്ട് വന്ന് കയറിയില്ല ഗൈസ്, ഉടനെ ഐസ്ക്രീം വേണം. പിന്നെ ഐസ്ക്രീം വാങ്ങിച്ചു കൊടുത്തു. ഒന്നും കൂടി വേണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ പറഞ്ഞില്ല. അപ്പം പിന്നെ ഞങ്ങൾ ഫ്ലവർ വേസിൻ്റെ അടുത്തോട്ട് പോയി. ഒരു ചേട്ടൻ അതാ ഫ്ലവർ വേസ് വിൽക്കുന്നു. ഞാനൊന്നിൻ്റെ വില ചോദിച്ചു, പിന്നെ ഞാനും തിരിച്ചു കൊടുത്തു. ബാർഗെയിൻ ചെയ്തിട്ട് കിട്ടിയില്ല ഗൈസ്, തിരിച്ചു കൊടുത്തു. എൻ്റെ മറ്റൊരു ചേട്ടനാണെങ്കിൽ ഹൈഡ്രജൻ ബലൂൺ വെച്ച് നല്ല ഭംഗിയുണ്ട് ആ ബലൂൺ കാണാൻ. എന്തെല്ലാം ഭംഗിയുള്ള നല്ല രസമുണ്ട്. പ്ലെയിൻ, ബാർബി, എന്ത് ഭംഗിയുണ്ട് കാണാൻ. എലിഫൻറ്റ്, എന്ത് രസമുണ്ട്, കണ്ടില്ലേ? പിന്നെ അപ്പോൾ ഞങ്ങൾ അവിടെ എല്ലാം നടന്ന് ആ വീഡിയോ ഒക്കെ പിടിച്ചു. പിന്നീട് ഞങ്ങൾ കൊല്ലംപൂരം തുടങ്ങാൻ ടൈമായിട്ടില്ല. അതാണ്ട് ചെണ്ട, ബാഗ്, അത് ഇതെല്ലാം ഒരുപാട് സാധനങ്ങൾ വിൽക്കാനുണ്ട്. പിന്നെ നമുക്ക് വേണ്ട കമ്മൽ, ജിമിക്ക് കമ്മൽ, എല്ലാ ടൈപ്പ് കമ്മലുകളും അവിടെ ഉണ്ട്. അതെല്ലാം വാങ്ങിച്ചു. ഞാൻ ഒരെണ്ണം വാങ്ങി ഗൈസ്. പിന്നീട് ഞങ്ങൾ ദാണ്ടെ കടല വാങ്ങിക്കാനായിട്ട് പോവുകയാണ്. കേശുക്കുട്ടന് കടല വേണമെന്ന് പറഞ്ഞ്, അപ്പോൾ കടല വാങ്ങിക്കാനായിട്ട് വന്നപ്പോൾ അവന് പാനിപ്പൂരി കണ്ടപ്പോൾ അത് മതി. പിന്നെ അത് വാങ്ങി അവന് കൊടുത്തു. എനിക്കിതൊന്നും ഇഷ്ടമല്ല, ഞങ്ങളാരും ഇതൊന്നും കഴിക്കത്തില്ല. ചേട്ടനും കേശുക്കുട്ടനും കഴിച്ചു. കണ്ടോ, അവന് വലിയ ഇഷ്ടമാണ്. അവൻ അത് വളരെയധികം ആസ്വദിച്ച് കഴിച്ചിട്ടുണ്ട്. കണ്ടില്ലേ, അത് വലിയ കഴിച്ചു. പിന്നീട് ഞങ്ങൾ കുടമാറ്റം തുടങ്ങിയിട്ടില്ല, അവിടെ എന്തോ ഇനാഗുറേഷൻ നടക്കുകയാണ്. ഇത് പൂരത്തിൻ്റെ അനുബന്ധിച്ച് ഉള്ള ഉദ്ഘാടന ചടങ്ങുകളിലേക്ക് കുറച്ച് മന്ത്രിമാരൊക്കെ വന്നിട്ടുണ്ട്. അവർ ഉദ്ഘാടനം നടത്തിയിട്ട് പിന്നീടേ തുടങ്ങത്തുള്ളൂ. കുടമാറ്റമാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ആഘോഷം. ഗൈസ്, ഞങ്ങൾ ഒരുപാട് ദൂരെയാണ് നിൽക്കുന്നത്, ഞങ്ങൾക്കൊന്നും കാണാൻ പറ്റുന്നില്ലായിരുന്നു. കേശുക്കുട്ട ഇതാ കമ്പിവേലിയുടെ ഇടയിൽ കൂടെ കയറി മുകളിലോട്ട് പിടിച്ച് നിൽക്കുകയാണ്, കാണാൻ പറ്റുന്നുണ്ട്. അവന് കാണാൻ പറ്റത്തില്ലായിരുന്നു. കണ്ട പോലീസൊക്കെ നിൽക്കുന്ന കുറേ ഇപ്പോൾ കുടമാറ്റം തുടങ്ങിയിട്ടുണ്ട്. കുടമാറ്റം ഓപ്പോസിറ്റ് സൈഡിലാണ് ഇത് തുടങ്ങിയിട്ടുള്ളത്. പിന്നീട് ഞങ്ങൾ തിരിച്ചു പോകാനായിട്ട് ഇറങ്ങിയപ്പോൾ കണ്ട ഗൈസ്, എന്ത് ഭംഗിയുണ്ട്, കണ്ട. ഞങ്ങൾ കുറേ നേരം നിന്നു. അപ്പോൾ പിന്നെ കുടമാറ്റമൊക്കെ കുറച്ച് കണ്ടു. പിന്നീട് ഞങ്ങൾ തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഗൈസ്. പിന്നീട് ഞങ്ങൾ നടന്നു പോവുകയാണ്. കാറ് കിടക്കുന്നിടത്തോട്ട് പോകാൻ ഒരുപാട് സമയമെടുത്തു. അപ്പം അവിടുന്ന് പിന്നീട് ഞങ്ങൾ എൻ്റെ വീട്ടിലേക്ക് തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് വരികയാണ്. അപ്പം പുതിയ ഒരു റോഡ് അവിടെ ഉദ്ഘാടനം ചെയ്തിട്ടില്ല. ഞങ്ങൾ ആ വഴിയാണ് ഇന്നലെ തിരിച്ച് എൻ്റെ വീട്ടിലേക്ക് പോകുന്നത്. നല്ല റോഡാണ് ഗൈസ്, കുഴപ്പമൊന്നുമില്ല.